അതുകൊണ്ട് വെക്കാതെ തന്നെ അയക്കുക, കയ്യിലോട്ടും കൊണ്ടല്ലേ പ്രയോജനം അടിക്കുക. പിന്നെന്താ തിന്നുമ്പോഴത്തേന് പൊട്ട വിജ്ഞാനപ്പത്തിലോ അതിനെ പുകയടി മുക്കിനകത്തോട്ട് എന്ത് പറയുന്നത് തൂക്കേത് എവിടെയായിട്ട് പുകയത് അങ്ങനെ തിന്നുന്നത് നോക്കിയിരിക്കുന്നത് ഏതാണ് തിന്നുന്നത് നോക്കിയിരിക്കുന്നത്. തിന്നുന്നത് നോക്കിയിരുന്നത് എന്തുവാണ് പുകയടിച്ച് സാമാനം ഉണ്ടാക്കുന്നത്. പുകയടിച്ച് മെഡിക്കൽ എമർജൻസി ഉണ്ടാക്കാൻ നോക്കുന്നത് എന്തുവേണം. മുക്കിനകത്തോട്ട് പുകയടിച്ച് മെഡിക്കൽ എമർജൻസി ഉണ്ടാക്കാൻ നോക്കുന്നത് ഏതാണ് ഇത് ഞങ്ങളെന്തോ തിന്നുന്നത് നോക്കുന്നത് ഏതാണ് തൂക്കേ. ഞങ്ങൾ തിന്നുന്നത് എന്തോ നോക്കിയിരുന്ന് കിടന്നുറങ്ങാൻ നേരത്ത് മുക്കിനകത്തൊരു സാമാനം വയ്ക്കുന്നത്. വയലങ്കാക്കാന്റെ അമ്മയുടെ ചെമ്മാറ്റിനോട് കഴിച്ചിട്ടാ മതി. ഇങ്ങോട്ടേക്കല്ല ചെമ്മാറ്റിനോടും. ആഹാരം കഴിക്കാൻ പറ്റില്ല. ആഹാരം കഴിക്കാൻ ചാവുമെന്ന് എവിടെയാണ് ഉണ്ടാക്കിയത് ഈ നിയമം. ആഹാരം കഴിക്കാൻ ചാവുമെന്ന് മൊത്തത്തിൽ ചാവുമെന്നും ഒക്കെ ഏതോടാണ് ഉണ്ടാക്കിയത്. പിന്നെ വായുവാണോ എല്ലാവരും പറ്റിക്കുന്നത്. എല്ലാവരും വായു പറ്റിച്ചോണ്ടിരിക്കുവാണോ. മത്സരം ഉണ്ടാക്കുവാടാ. മത്സരമൊക്കെ ഇങ്ങോട്ടൊക്കെ മത്സരം യജ്ഞന്മാരുടെ വെള്ളിയാഴ്ച ഹൈറ്റ് എടുക്കല് സുഹൃത്തന്മാരുടെ ഉരുളൻകിഴങ്ങ് തിന്നാൽ ഉരുളൻകിഴങ്ങ് പോലാവും. മുട്ട തിന്ന ഉടനെ അറ്റാക്ക് വരും. ഉരുളൻകിഴങ്ങ് തിന്ന അറ്റാക്ക് വരും. പുതിയ അറിവുകളാ, പുതിയ സയൻസാ. ഓർഗാനിക് മിനറൽസിന്റെ പുതിയ സയൻസാ. സയൻസ് സാക്ഷരിക്കുക. ഓർഗാനിക് മിനറൽസിന്റെ സയൻസ് സാക്ഷരിക്കുക. ഓർഗാനിക് മിനറൽസിന്റെ മുട്ട തിന്ന അന്ന് രാത്രി അറ്റാക്ക് വരുന്നത്. തേമാരി പരാട്ട തിന്ന അറ്റാക്ക് വരും. എന്താ പറയാ ഗോതമ്പ് ഉരുട്ടി തിന്നാൽ എന്താ പറയാനാടാ എമ്മാറ്റം തോന്നുന്നു ഉണ്ടാക്കുന്നടാ. അടിച്ചിട്ട് പല്ല അടിച്ച് ഓടിക്കണം. പല്ല കഴിയാതെ ഇയാൾ പിന്നെ ഉണ്ടാക്കില്ല. ഇയാൾ പോയി കിടക്കണ 57 വയസ്സുള്ളവരൊക്കെ ഞങ്ങളെത്ര കെട്ടാൻ വരാതെ യജ്ഞന്മാരിക്കോട് ഓരോ 90 വയസ്സിൽ പോയി അകലാനിക്കാനെന്ന് അകാലിക്ക് കാറ്റുണ്ടാക്കാൻ എമ്മായി കൈകറികളും നടക്കുക. അതെമ്മാരിയെല്ലാം കുറെ മണ്ണെണ്ണ ഡൽഹി മുഴുവൻ മണ്ണെണ്ണ മാറ്റവാ. ഡൽഹിയിലെല്ലാവരും ബെഡ്റൂമിൽ മണ്ണെണ്ണ മാറുമോ. മണ്ണെണ്ണ ഇല്ല അതുവാ ഡൽഹിയിലെല്ലാവരും ബെഡ്റൂമിൽ മണ്ണെണ്ണ മാറ്റം ഉള്ള വോയിസ് നോക്കിയാൽ വെച്ചില്ലയോ. ഡൽഹിയിലെല്ലാവരും വീടിന്റെ ബെഡ്റൂമിൽ മണ്ണെണ്ണയും പുകമാറ്റവുമാ. എന്തെല്ലാം വേറെകളാ പുതിയ അറിവാ. ഡൽഹിയിലെല്ലാവരും കഴിക്കാത്ത മണ്ണെണ്ണ മാറ്റവും പുകമാറ്റവുമാണെന്നുള്ളത് ശരിക്കും അറിയണം. പുക മാറുന്നത് പുക ഡൽഹിയിലെല്ലാവരും എനിക്ക് പുകയാ. 2-3 ദിവസം നല്ല മഴയായിരുന്നു. പുകയെല്ലാം പോയി. 3-4 ദിവസം നല്ല ശരിക്കും മഴയായിരുന്നു. അധികം പുകയുണ്ടാക്കുന്ന പുക കടകടക്കുന്നവർക്ക് കുറെ സാമാന്യ കഥകളിലേക്ക് ഏതാനാണ് ഇനി വാ കാണിച്ചു തരാം. പുകയുടെ വെളിയിലോട്ട് ഇറങ്ങി വെളിയിലോട്ട് ഇവിടെ ചാവാറായത് കാണാനില്ല. ഇവിടെ ശക്തി എഴുതുമ്പോൾ ചെയ്ത ഏത് രീതിയിലുള്ള കുഴിയാണ് ഉണ്ടാക്കുന്നത്. നരകക്കുഴി വെക്ക് ഇവിടെ ഏത് നരകക്കുഴി ചെയ്തോ ഇവിടെ അത്ര വെമ്മാടിയാ. അത്ര വെമ്മാടി അവിടെ ഇവിടെ കുടുംബക്കാരെ എങ്ങാണ്ട് മുത്തന്മാരികൾ കയ്യെട്ട് കുടുംബം. അവിടെ മോള് ഒരു തമിഴനെ കെട്ടി കൊന്നേച്ച് നടക്കുക. ഒരു തമിഴനെ കെട്ടി കൊന്നേച്ച് ഇവിടെ മോള് അത് ഒരു സൈലന്റ് അറ്റാക്കാണ്. മറ്റേ കാറേക്കറി നടക്കുക. അവിടെ പള്ളി കഴിവേറി പോണെങ്ങാണ്ട് നാണവന്മാരില്ലാത്ത വന്നെത്തി ഒരിക്കലും ഇതുപോലെ നടപ്പായിരുന്നു. അയ്യോ ഇളകളെ കൊണ്ട് ഛർദിപ്പിച്ചിട്ട് പാവത്തിനെ കൊന്നോ. വീട്ടിൽ അറിയില്ലോ ഒരു അറിയോ
ഒന്നും പറ്റാത്തതുകൊണ്ട് പിന്നെ ആളിനെ വിട്ട് കൊല്ലിച്ചോളൂ. ഒന്നും നോക്കിയിട്ട് നടന്നില്ല, അതുകൊണ്ട് പിന്നെ അവളെ ആളിനെ വിട്ട് കൊല്ലിച്ചവരെ കൊന്നേറ്റ് കെട്ടി തൂക്കി. ഓരോരുത്തരുടെല്ലാം ചോദിച്ചു, എന്താ നിന്റെ പ്രകടനങ്ങൾ എന്തിനാണ് സൂസൈഡ് ചെയ്തത്? ഓരോരുത്തരുമാരി ചോദിക്കുക തീരുമാനിച്ചു എന്തിനാ മുരളി കെട്ടി തൂങ്ങിയത്? മുരളി എന്തിനാ സൂസൈഡ് ചെയ്തത്? സൂസൈഡോ? മുരളി എന്തിനാ സൂസൈഡ് ചെയ്തത്? ഞാൻ അങ്ങോട്ട് ചോദിക്കും, എന്തിനാ മുരളി ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്താ? മുരളി എന്തിനാ ആത്മഹത്യ ചെയ്യണം? മുരളിക്ക് മുരളി പഠിച്ചവനല്ലേ, ജോലി ചെയ്യാൻ അറിയുന്നവനല്ലയോ? 2008 19,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവൻ അവൻ ആത്മഹത്യ ചെയ്ത പോലും. അവൻ ആത്മഹത്യ ചെയ്തത് ഇവനെ നടക്കുക. ബ്രാഹ്മണനെ വരെ കൊന്നേറ്റ് നടക്കുന്നത് എറണാടി ജോലി മോടെ കൂട്ട്. കേരളത്തിലെ കൊടിയ ജോലിയെ പോലെ ഏഴെട്ട് ഇവിടെ ഏഴെണ്ണത്തിന് വകവെച്ചുകളായിരുന്നു. ലിംഗായത്ത് ഇങ്ങനെ ഏഴെണ്ണത്തിന് ഓർഗനൈസ് ചെയ്യുന്നത് ഏഴെണ്ണത്തിനെ ഉള്ളോന്നാ. ഏഴെണ്ണത്തിനെ വകവെച്ച് നടക്കുകയുള്ളൂ. റീനു എന്ന് പറഞ്ഞ വടകട്ടിയിലുള്ള ജനങ്ങൾ നടപ്പായത് അവിടെ എന്തായാലും പൊതുപരവി റീനുവിനെ പൊതുപരവി വെച്ചുള്ളത്. അവരെ മെഡിക്കൽ കോളേജിൽ പാവം പിടിച്ച വെച്ച് പഠിക്കാൻ പോയതാണ്. അയ്യോ, ഇതൊക്കെ എങ്ങനെയാണോ കൊച്ചു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ചെന്നൊക്കെ ഉള്ളത് അറിഞ്ഞതെന്ന് അറിയത്തില്ല. എന്തായാലും ആപ്പിളിനെ പങ്കെടുത്തിയത് ലിംഗായത്ത് പഠിക്കത് വീട്ടിൽ ഇരുത്തി കൊണ്ടുപോകലായിരുന്നു ജോലിയോടെ. പകവെത്തി അവിടെ റീനു ജേക്കബിന്റെ മോള് റീനു ജേക്കബ് ഇങ്ങനെ നടക്കുക. വലിയ കണ്ണത്തിനെയാണ് വലിയ കള്ളന്റെ എടുക്കലാണ്. ഒരുപാട് ഇങ്ങനത്തെ വലിയ കള്ളന്മാരുടെ എടുക്കല. മെഡിക്കൽ മാഫിയയുടെ സംഘത്തിൽ കൊള്ളതാണ്. വലിയ മെഡിക്കൽ മാഫിയ പലവിയായിട്ട് നടക്കുക ഇതിനകത്ത്. ആണുങ്ങൾ നോക്കുന്നത് കാണണം. അന്നേരം എനിക്ക് ഡൗട്ട്, ഇവിടെ ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ നോക്കുന്നത് കോളേജ് അതിനകത്ത് കുറെ ഇവിടെ ഇങ്ങനെ നോക്കി പോകുന്നു. ഇവിടെ മുരളി ചത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് മാസം കഴിഞ്ഞപ്പോ ഇവിടെ ആണുങ്ങൾ ഇങ്ങനെ നോക്കുന്നത് കാണണം. ഇവിടെ ഭർത്താവിനെ കൊണ്ടേക്ക് നടക്കണമെന്നുള്ള രീതിയിൽ നോക്കുക. ഭർത്താവിനെ അവിടെ വെച്ചിട്ട് അവിടെ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് നടത്തണമെന്നുള്ള രീതിയിൽ ആണുങ്ങൾ നോക്കുന്നത്. അത് ആണുങ്ങൾ നോക്കുന്ന ആ രീതിയിൽ ബസ് മെടിക്കാന്നുള്ള രീതിയിലുള്ള നോട്ടമായിരിക്കും. ബസ് മെടുക്കി ആഹാരം വിഷമാകുമല്ലോ. ആഹാരം വിഷം. അയ്യോ, ആഹാരം വിഷമാകുമല്ലോ. ആഹാരം തിന്നരുതാരും. വായു ഭക്ഷിക്കുക എല്ലാവരും. എല്ലാവരും വായു ഭക്ഷിക്കുക. ആഹാരം ഒന്നും തിന്നത്തില്ല. മുട്ട തിന്ന ഉടനെ അറ്റാക്ക് വരും. ചിക്കൻ തിന്ന ഉടനെ അറ്റാക്ക് വരും. ചോറ് തിന്ന ഉടനെ അറ്റാക്ക് വരും. പിന്നെ എന്തോ മനുഷ്യൻ തിന്നണ്ടേ? വായുവോ? തെമ്മാടിത്തരം പറയാം. ഓർഗനൈസ്ഡ് ക്രിമിനൽസിന്റെ പുതിയ സയൻസ് സാധ്യതയാണ്. ഓർഗനൈസ്ഡ് ക്രിമിനൽസ് പുതിയ സയൻസ് ഉണ്ടാക്കിയിരിക്കുക. പുതിയ സയൻസ് പരിഹരിക്കുക. മുട്ട തിന്ന അറ്റാക്ക് വരും. ചിക്കൻ തിന്ന അറ്റാക്ക് വരും. ചോറ് തിന്ന അറ്റാക്ക് വരും. പുതിയ ഓർഗനൈസ്ഡ് ക്രിമിനൽസിന്റെ സയൻസ് പരിഹരിക്കുകയാണ്. സയൻസാ ഓർഗനൈസ്ഡ് ക്രിമിനൽസിന്റെ സയൻസാ. പുതിയ സയൻസാ. അയ്യോ, പുതിയ സയൻസാ. തെക്കന്മാരീക്കയുടെ വീട്ടുകാരെ മൂന്ന് വേസ്റ്റുകളെ ഇങ്ങനെ നടക്കുക. എന്റെ തന്തയായിട്ട് ഒന്ന് കൊണ്ടേച്ച് നടക്കുക. പറ്റി ഇൻഷുറൻസിന് കൊണ്ടേച്ച് നടക്കുക. അവള് എന്റെ ഒന്നാമതൊരു ആരോഗ്യമുള്ള അച്ഛനെ ഒന്നാമതൊരു